സിദ്ധു, എന്തായി സിദ്ധു കാര്യങ്ങൾ? ബലരാമനെ കണ്ടോ? കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? എന്താ ആരോടും ഒന്നും പറയാതെ അകത്തോട്ട് വന്നത്? പറ സിദ്ധു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയോ? നന്ദൻ ദേവികയാണോ മീരയാണോ കല്യാണം കഴിക്കേണ്ടത്? പ്രഭ, കുറച്ച് സമയത്തേക്ക് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. സിദ്ധുവിന് കാര്യമായിട്ട് എന്തോ ടെൻഷൻ വന്നിട്ടുണ്ട്. പറയ് സിദ്ധു, എന്താ പ്രശ്നം? ബലരാമനെ കാണാൻ സാധിച്ചില്ലേ? അതോ സംസാരിച്ച് തെറ്റിയോ? അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായോ? അല്ല, എന്റെ ചില ഊഹങ്ങളാണേ. പറയട്ടെ. ദേവികയും നന്ദനും വിവാഹിതരാണെന്ന് അറിയിക്കാൻ സിദ്ധു നാടകീയമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നു. പക്ഷേ ബലരാമൻ സംസാരം തുടങ്ങുന്നത് തന്നെ ഒറ്റപുത്രിയെ കൈവിട്ടാൽ ഒരു ബന്ധവും നോക്കില്ല എന്നല്ലേ? ബലരാമൻ തന്നെ വിളിച്ചിരുന്നു അല്ലേ? ബലരാമൻ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സിദ്ധുവിന് ഇപ്പൊ മനസ്സിലായോ? മീരയാണ് നന്ദന്റെ വധുവായിട്ട് വരേണ്ടതെന്ന്. വിധി അതെന്നേ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് ബലരാമനും സിദ്ധുവും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഇടപെട്ടതും ഈ വിധിയാ. അതോ ഇനി നന്ദൻ മീരയെ തന്നെ വിവാഹം ചെയ്യണമെന്ന് സിദ്ധുവും ആഗ്രഹിച്ചിരുന്നോ? എന്താ? നന്ദന്റെ മുൻപിൽ അവൻ അനുകൂലമായിട്ട് അഭിനയിച്ചിട്ട് ബലരാമനെ കണ്ടപ്പോ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്നതൊക്കെ പുറത്തു വന്നോന്ന്. നന്ദനെ കൊണ്ട് മീരയെ വിവാഹം ചെയ്യിപ്പിക്കാൻ വേണ്ടി സിദ്ധു പശ്ചാത്തലമൊരുക്കിയതാണോ? ആയിരിക്കും അല്ലേ സിദ്ധു? എന്തായാലും മകന്റെ ഭാവിയെ കരുതി അങ്ങനെ ചെയ്തത് നന്നായി. രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താൻ എന്താ പറഞ്ഞത്? നന്ദന്റെയും മീരയുടെയും വിവാഹം നടത്താൻ വേണ്ടി ഞാൻ അഭിനയിച്ചെന്നോ? നന്ദന്റെ ജീവിതം തകർത്തത് താനാണ്. നന്ദന്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ ജീവിതങ്ങളാ താൻ കാരണം നശിക്കാൻ പോകുന്നത്. താൻ എപ്പോഴും തന്നെ മാത്രമേ കാണുന്നുള്ളൂ. ചുറ്റുമുള്ളവരെ സംബന്ധിച്ച് തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള ഉപകരണങ്ങൾ മാത്രമാ. ചോദിച്ച കേട്ടില്ലേ? നന്ദനെയും മീരയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണോന്ന്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.